നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 382nd day. Today 72nd sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 382 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 72ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 72ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഫലഭേദസ്തദോ ജാതോ വചനാദഭിമാനത സപ്തരാത്രമുപൈശൈവ പ്രേതേന ശ്രവണം കൃതം. ഫലഭേദസ്തദോ ജാതോ വചനാദഭിമാനത സപ്തരാത്രമുപൈശൈവ ഉപോഷൈവ പ്രേതേന ശ്രവണം കൃതം. ഓം തത്സത്. വിഷ്ണുദൂതന്മാർ വീണ്ടും പറയുകയാണ്, വചനത്തിൻ്റെ ഭേദം നിമിത്തമാണ് അല്ലയോ പൂജ്യനായവനെ ഈ ഫലഭേദം ഉണ്ടായിരിക്കുന്നത്. എപ്രകാരം ഭജനം ചെയ്യുന്നുവോ അപ്രകാരമാണ് അതിന് ഫലമുണ്ടായിരിക്കുക. ഈ പ്രേതം 7 പകലും രാത്രിയും ഉപവാസം ദീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കഥ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ആ പ്രേതം, ദുന്ദുകാരിയുടെ പ്രേതം ആ മുളന്തണ്ടിൽ തന്നെ സ്ഥിരവാസം ഉറപ്പിച്ച് ആ സപ്താഹത്തിൽ മുഴുവനായിട്ടും ശ്രദ്ധയോടുകൂടി 7 രാത്രിയും ഒരേ ഇരുത്തം ഇരുന്നിരിക്കുന്നു, ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഫലത്തിലും ഭേദം എന്ന് വിഷ്ണുദൂതന്മാർ പറയുകയാണ്. എപ്രകാരമാണോ കേൾക്കുന്നത് അപ്രകാരം അതിന് ഫലവും മാറിയിരിക്കും. കേൾക്കുന്നതിനനുസരിച്ച് ഫലത്തിലും മാറ്റമുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് വിഷ്ണുദൂതന്മാർ ഗോകർണനോട്. ഗോകർണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലത്തെ ഫലം, കേട്ടവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഫലം ലഭിക്കാതെ ദുന്ദുകാരിയെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമാനത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതിന് വിഷ്ണുദൂതന്മാർ പറയുന്ന മറുപടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഫലഭേദസ്തദോ ജാതോ വചനാദഭിമാനത. മാനത എന്നാൽ പൂജ്യനായുള്ളവനെ, മനുഷ്യരിൽ പൂജ്യനായിട്ടുള്ളവനെ എന്ന്. സപ്തരാത്രമുപൈശൈവ ഉപോഷൈവ പ്രേതേന ശ്രവണം കൃതം. ഫലഭേദസ്തദോ ജാതോ ഭജനാദഭിമാനത സപ്തരാത്രമുപോഷൈവ പ്രേതേന ശ്രവണം കൃതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.